സജി മഞ്ഞക്കടമ്പിലെ കണ്ടുവരാം. നമ്മുടെ പ്രിയപ്പെട്ട സജിയാണ്. സജിയെ കാണുമ്പോൾ എപ്പോഴും വളരെ പോസിറ്റീവായിട്ടുള്ള വൈബായിട്ടോ. എപ്പോഴും ആ മുഖത്തെ ചിരി അതേപടി ഉണ്ടല്ലോ. തീർച്ചയായിട്ടും ചിരി മായേണ്ട സാഹചര്യം ഇല്ലല്ലോ. സാഹചര്യമില്ല, യാതൊരു സാഹചര്യമില്ല. എന്നാലും ചെറിയ രീതിയിലൊരു നെഞ്ചിൽ തട്ടിയൊരു വിഷമമില്ലേ? ഒരു വിഷമമില്ല. നമുക്ക് രാഷ്ട്രീയ തീരുമാനം നമ്മളെടുത്താൽ അതിന് എന്താ വിഷമമുണ്ട്? അതിന് കാരണങ്ങൾ രണ്ടിലെ നോക്കി നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ആ തോന്നൽ ശരിയാണോ? അങ്ങനെ അത് ശരിയാണെന്ന് എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾക്ക് തോന്നി കാണും, ശരിക്കും തോന്നിയിട്ടില്ല. അങ്ങനെ തോന്നിയിട്ടില്ല. ഒരിടത്തും നമ്മൾ നോക്കി നിൽക്കുന്നില്ല. നമ്മൾ രാഷ്ട്രീയ നിലപാട് ഐക്യജനാധിപത്യ മുന്നണി നേതൃത്വത്തിൽ നിന്ന് എനിക്ക് അവഗണന ഉണ്ടായിട്ടില്ല. എൻ്റെ പാർട്ടിയുടെ ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് അവഗണന ഉണ്ടായിട്ടില്ല. പക്ഷേ എൻ്റെ പാർട്ടിയുടെ എക്സിക്യൂട്ടീവ് ചെയർമാൻ്റെ ഭാഗത്ത് നിന്ന് ക്രൂരമായി നമ്മളെ പലപ്പോഴും വർഷങ്ങളായി തുടങ്ങിയതാണ്. ആ വേട്ടയാടലിൽ മനമെടുത്ത് ഞാൻ രാഷ്ട്രീയം അവസാനിപ്പിച്ചു, കേരള കോൺഗ്രസ് രാഷ്ട്രീയം അവസാനിപ്പിച്ചു എന്നതിനപ്പുറം മറ്റെനിക്ക് ആ മുന്നണിയുമായിട്ടോ മുന്നിലെ നേതാക്കന്മാരായിട്ടോ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും ഇല്ല. മുന്നണിയിലെ ഒരു നേതാവുമായിട്ടും അഭിപ്രായ വ്യത്യാസമില്ല. ഈ പി ജെ ജോസഫ് എന്ന് പറയുന്ന അല്ലെങ്കിൽ ഈ മോൻസ് ജോസഫുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം ഒഴിച്ചു നിർത്തിയാൽ അപ്പോൾ അത് പാർട്ടിക്കുള്ളിലെ ഒരു പ്രശ്നമാണ്, മുന്നണിയിലെ വിഷയമല്ല. അല്ല. ആ പാർട്ടിയിൽ തുടർന്നുകൊണ്ട് അദ്ദേഹത്തോടൊപ്പം തുടരാൻ നിർവാഹമില്ല. അദ്ദേഹം ആ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്, പാർട്ടിയുടെ പ്രധാനപ്പെട്ട നേതാവാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ഒഴിവാകുക എന്നുള്ളത് മാത്രമേ അതിനകത്ത് യുദ്ധമുണ്ടാക്കാതെ അവിടെ പ്രശ്നം ഉണ്ടാക്കാതെ ഒഴിവാകുക എന്ന് മാത്രമേ ഞാൻ. പക്ഷേ സജി ഈ ഒരു തെരഞ്ഞെടുപ്പിലെ ഒരു പോരാളിയായിരുന്നു. മാത്രമല്ല നമ്മൾ സാധാരണ ഈ പാർത്ഥസാരഥി എന്നൊക്കെ പറയുന്നത് പോലെ ശരിക്കും പറഞ്ഞാൽ ഫ്രാൻസിസ് ജോർജിന്റെ തേർത്തട്ടൊക്കെ തെളിച്ചുകൊണ്ട് പോകുന്ന ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് സജി കൊണ്ട് പിന്മാറുന്നത്. അതെങ്ങനെ തെരഞ്ഞെടുപ്പിനെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി രംഗത്ത് വന്നപ്പോൾ അദ്ദേഹത്തോടൊപ്പം ആദ്യ ദിവസങ്ങളിൽ മാധ്യമ സ്ഥാപനങ്ങളിൽ ചർച്ചയിൽ ഏറ്റവും വീറോടുകൂടി സ്ഥാനാർത്ഥിക്ക് വേണ്ടി സംസാരിച്ചത് നിങ്ങളുടെ കുരുക്ഷേത്ര കഴിഞ്ഞു, മനോരമയുടെ ചർച്ച ഉണ്ട്, എല്ലാത്തിനും ഞാൻ ശക്തമായിട്ട് പോരാടി. അവസാനം ഞാൻ ഇവിടെ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഇവിടെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വികസന സമിതിയിൽ പോലും എന്നെ ഉൾപ്പെടുത്താതെ അദ്ദേഹം അതിന് ഉൾപ്പെടുത്തി എന്നെ മാറ്റി. പോട്ടെ, UDF ജില്ലാ ചെയർമാൻ സ്ഥാനം കേരള കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ആകേണ്ടത് അദ്ദേഹം എടുത്തു, അതിന് ഞാൻ തർക്കം പറഞ്ഞില്ല. അതിനുശേഷം അസംബ്ലി സീറ്റ് വന്നപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് മറു പാർട്ടിയിൽ നിന്ന് ഒരാളെ പിടിച്ചുകൊണ്ട് എന്നെ ഒഴിവാക്കി. അത് പ്രശ്നം. ഈ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ സ്വാഭാവികമായും ഇലക്ഷൻ കമ്മിറ്റിയുടെ കൺവീനർ ആകേണ്ടത് മത്സരിക്കുന്ന പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ്, ചെയർമാൻ ആകേണ്ടത് DCC പ്രസിഡന്റ്. അത് മാറ്റി നിർത്താൻ വേണ്ടി അദ്ദേഹം ഒരു നാടകം കളിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അദ്ദേഹത്തെ താല്പര്യമില്ല, അദ്ദേഹത്തെ ചെയർമാനും ആക്കിക്കൊണ്ട് എന്നെ കൺവീനർ സ്ഥാനത്ത് മാറ്റി. അതിൽ ഞാൻ ഒന്നും പറഞ്ഞില്ല. അതിനുശേഷം സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുമ്പം സ്ഥാനാർത്ഥിയുടെ പാർട്ടിയുടെ ജില്ലാ പ്രസിഡന്റ് നോമിനേഷൻ കയറാൻ പാടില്ല എന്ന് പറഞ്ഞത് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. എന്നെ ഒഴിവാക്കാനായി പുള്ളി വേറൊരു പ്രാതിനിധ്യം കൊണ്ടുവന്ന് മാറ്റി നിർത്തി. തുടർച്ചയായിട്ട് അവഹേളനം നേരിട്ടു. അതെ, ഞാൻ പറഞ്ഞല്ലോ. അതിനുശേഷം അന്ന് സ്ഥാനാർത്ഥി നോമിനേഷൻ കൊടുക്കുമ്പോൾ ഞാനൊരു പ്രവർത്തകനെ പോലെ ആ കളക്ടറേറ്റിന് മുമ്പിൽ ഗേറ്റിന് മുമ്പിൽ നിൽക്കേണ്ടി വന്നു. എന്നോട് പ്രവർത്തകർ ചോദിച്ചു എന്തുകൊണ്ടാണ് മഞ്ഞക്കടമ കയറാത്തതെന്ന് ചോദിച്ചപ്പോൾ എന്നെ കയറ്റിയില്ല എന്ന് എനിക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ പറഞ്ഞു വേറെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒഴിവായി നിന്നു. അതിനുശേഷം ഞാൻ പറഞ്ഞല്ലോ റോഡ് ഷോ, ആ റോഡ് ഷോയിൽ ഞാനും വാഹനത്തിൽ കയറി. പിറ്റേ ദിവസം പത്രത്തിൽ നോക്കിയപ്പോൾ പത്രത്തിൽ പോലും നമ്മുടെ പേര് കൊടുക്കാനുള്ള മര്യാദ കാണിക്കാത്തപ്പോൾ തീർച്ചയായിട്ടും എങ്ങോട്ടാണ് ഇതിൻ്റെ പോക്ക് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. ഞാൻ വെറുതെ ഇതിന് ഈ അദ്ദേഹത്തോടൊപ്പം നിന്ന് പോരാടി. അവസാനം ഞാൻ മോശക്കാരനായി. അവസാനം എന്നെ പുറത്താക്കുന്ന ഒരു സാഹചര്യം പോലും ഉണ്ടാകുമെന്ന് ഞാൻ ഭയപ്പെട്ടതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. അപ്പോൾ ഇനി എൻ്റെ മുന്നിലുള്ള സജി മഞ്ഞക്കടമ്പലിനെ പോലെ വളരെ ഊർജ്ജസ്വലനായ ഒരു രാഷ്ട്രീയ നേതാവിന് ഇങ്ങനെ വെറുതെ ഇരിക്കുക ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തീരുമാനം എടുക്കണം. പ്രത്യേകിച്ച് ഐക്യജനാധിപത്യ മുന്നണിക്കുള്ളിൽ തന്നെ നിൽക്കാനാണ് ഇപ്പോൾ സജി മഞ്ഞക്കടമ്പലിൻ്റെ താല്പര്യം. ഞാൻ എന്നും ഒരു ഐക്യജനാധിപത്യ മുന്നണിക്കാരനായിരുന്നു. എനിക്ക് മറ്റൊരു മുന്നണിയോട് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞാൻ അടിയുറച്ച് മാണിസാറിന് മരണശേഷം UDFിനൊപ്പം നിന്നത്. അതിനുശേഷം ഇപ്പോൾ ഒരു സാഹചര്യം ഉണ്ടായി, ഞാൻ അതിനകത്ത് നിൽക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായപ്പോൾ ഞാൻ വെളിയിലേക്ക് ഇറങ്ങി. ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി നേതാക്കന്മാർ എന്നെ നിരന്തരമായി ബന്ധപ്പെട്ടു. PJ ജോസഫ് സാർ ബന്ധപ്പെട്ടു, തിരിച്ച് വരണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഞാൻ പറഞ്ഞില്ല, മോൻസ് ജോസഫുള്ള അടുത്ത മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ ചെന്നാൽ ഇനി ഉണ്ടാകുന്ന ദുരന്തം എന്താണെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ അതില്ല എന്ന് പറയുകയും ചെയ്തു. മറ്റുള്ള മുന്നണികൾ, ഇവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ആകട്ടെ, NDA ആകട്ടെ, എല്ലാവരും പലതരത്തിൽ ഞാനുമായി സമീപിച്ചിട്ടുണ്ട്, ബന്ധപ്പെട്ടിട്ടുണ്ട്. ഞാൻ ഒരു വ്യക്തമായ തീരുമാനമെടുത്തിട്ടില്ല. നാളെ ഞങ്ങൾ നേതൃയോഗം ചേരുന്നുണ്ട്. ഞങ്ങളുടെ ആളുകളുടെയും എല്ലാം കൂടി താല്പര്യങ്ങൾ അത് എനിക്ക് മനസ്സിലാവും. അത് പക്ഷേ അപ്പോഴും സജിയുടെ ഒരു വ്യക്തിപരമായ ഒരു താല്പര്യം ഉണ്ടാവുമല്ലോ ഇതിനകത്ത്. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നൊരു സജിയുണ്ട്, വളരെ ഏത് പാർട്ടിയിലാണോ പ്രവർത്തിക്കുന്നത് ആ പാർട്ടിക്ക് വേണ്ടി ഉയിരും ഉടലും കൊടുക്കുന്നൊരു സജിയാണ്. അല്ല, തീർച്ചയായിട്ടും. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിൽ നിന്ന് പുറത്തേക്ക് വരുന്ന സജിക്ക് ഇനി കേരള കോൺഗ്രസ് ജോസഫിലേക്ക് തിരിച്ചു പോകാൻ എന്തായാലും ഉദ്ദേശമില്ല, അത് വ്യക്തമാണല്ലോ. തീർച്ചയായിട്ടും പറഞ്ഞല്ലോ. അപ്പോൾ കേരള കോൺഗ്രസ് ജോസഫിലേക്ക് പോവില്ല. പിന്നുള്ള ഓപ്ഷൻ എന്നുള്ളത് UDFിനുള്ളിൽ തുടരണോ വേണ്ടയോ എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഇനി സംശയത്തിന്റെ ആവശ്യമേ ഇല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ UDF ജില്ലാ ചെയർമാൻ സ്ഥാനം അല്ലെങ്കിൽ ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി. ഇനി ഞാൻ തിരിച്ച് UDFിലേക്ക് ചെല്ലുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ട് അവർക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാവും. കാരണം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഒരു ചർച്ചാ വിഷയം തിരുവഞ്ചൂരുമായിട്ട് സംസാരിച്ചപ്പോൾ തിരുവഞ്ചൂര് വളരെ സഭ്യമായ വളരെ പക്വതയോടുകൂടിയാണ് ആ വിഷയത്തിൽ സമീപിച്ചത്.
അദ്ദേഹം പറഞ്ഞത് അനുചിതമായി പോയി, അത് അദ്ദേഹം ചെയ്യാൻ പാടില്ലായിരുന്നു, അത് ഈ സമയത്ത് തെരഞ്ഞെടുപ്പിൽ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കി എന്ന് അദ്ദേഹം പറയുന്നത്. അപ്പോൾ UDF-ലേക്ക് ഇനി ഒരു തിരിച്ചുപോക്ക് ഏറെക്കുറെ വേണ്ടെന്ന് വെക്കുന്നു. ബഹുമാനപ്പെട്ട തിരുവഞ്ചൂർ സാർ ഉൾപ്പെടെ ഇവിടുത്തെ UDF-ന്റെ മുഴുവൻ നേതാക്കളുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ്. ഇവിടുത്തെ ഒരു UDF-ന്റെ ഘടകകക്ഷിയും എന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ല. അവർക്കൊക്കെ ഈ കാര്യങ്ങൾ A-Z അറിയാം. ഞാനൊരു വികാരപരമായ തീരുമാനമെടുത്തതല്ല. എന്നെ സംബന്ധിച്ച് മാനസികമായി അത്രയേറെ ബുദ്ധിമുട്ടുണ്ടായതുകൊണ്ട് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനമാണെന്ന് എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹം ഉൾപ്പെടെ എന്നോട് UDF-ലേക്ക് തിരിച്ചു വരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും മോൻസ് ജോസഫ് എന്ന് പറഞ്ഞ ആളുമായി ഞാൻ പറഞ്ഞല്ലോ, ഞാനുമായിട്ടൊരു വ്യക്തിപരമായ വിരോധമില്ല. അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി പലവട്ടം അദ്ദേഹത്തിന് ഞാൻ പലവട്ടം സംസാരിച്ചു. എന്നോട് എന്തെങ്കിലും പിണക്കം ഉണ്ടെങ്കിൽ മാറ്റണമെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മാറ്റാൻ തയ്യാറായിട്ടില്ല. സാധാരണ ഞാൻ പറഞ്ഞു, ഒരു രാഷ്ട്രീയ നേതാവ് നമ്മളൊക്കെ ആരൊക്കെയാണെങ്കിലും ഒരാൾ വന്ന് നമ്മളോട് എന്നെ ഉപദ്രവിക്കരുതെന്ന് പറഞ്ഞാൽ കാല് പിടിച്ചാൽ നമ്മളത് സാധാരണ കാല് പിടിച്ചിട്ടും കാല് പിടിച്ചാൽ നമ്മൾ കാല് പിടിച്ചാൽ പിടിക്കുന്ന ആളെ ആ കാല് കൊണ്ട് തൊഴിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? അപ്പോൾ തൊഴിക്കുകയാണ് ചെയ്തത് ഇവിടെ. സ്വാഭാവികം. ശരി, അപ്പം ഒറ്റ കാര്യം ഇപ്പോൾ താങ്കൾ പറഞ്ഞതിൽ ഞാൻ മനസ്സിലാക്കുന്നത്, ഇനി UDF-ലേക്ക് തിരിച്ചു പോകുന്നത് താങ്കൾക്കും അതേപോലെ തന്നെ UDF-ലെ ഘടകകക്ഷികൾക്കും പ്രയാസം ഉണ്ടാക്കും. എനിക്ക് ബുദ്ധിമുട്ടുണ്ട്. പിന്നെ നമ്മുടെ മുൻപിലുള്ളത് LDF-ഉം NDA-യുമാണ്. NDA-യുടെ പ്രശ്നം എന്ന് പറയുന്നത് താങ്കളെ പോലുള്ളൊരു നേതാവിന് NDA രാഷ്ട്രീയത്തോട് എത്രമാത്രം ചേർന്ന് നിൽക്കാൻ പറ്റും എന്നുള്ളൊരു പ്രത്യയശാസ്ത്ര പ്രശ്നമാണ്. ശരിയല്ലേ? അല്ല, തീർച്ചയായിട്ടും അതൊക്കെ നമ്മൾ ചിന്തിക്കുന്നുണ്ട്. ഏതായാലും ഞാൻ പറഞ്ഞു, ഇവരൊക്കെ നമ്മളെ സമീപിച്ചിട്ടുണ്ട്. സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ NDA പോലെ അല്ലെങ്കിൽ NDA മുന്നണി വിളിക്കുകയാണെങ്കിൽ, BJP വിളിക്കുകയാണെങ്കിൽ പോകാനുള്ള ഒരു പ്രത്യയശാസ്ത്ര മനസ്സ് താങ്കൾക്കുണ്ടോ? അല്ല, ഞാൻ പറഞ്ഞല്ലോ, അതിനോട് പൊരുത്തപ്പെടാൻ പറ്റുമോ സജിക്ക്? അല്ല, ഞാൻ പറഞ്ഞേ നരേന്ദ്രമോദിയോട് പൊരുത്തപ്പെടാൻ പറ്റുമോ? അല്ല, NDA-യുമായിട്ടും നരേന്ദ്രമോദിയുമായിട്ടും ഈ പറഞ്ഞ എന്നെ പോലെയുള്ള അല്ലെങ്കിൽ മറ്റു സമുദായത്തിൽപ്പെട്ട എത്രയോ ആളുകൾ പൊരുത്തപ്പെട്ടു പോകുന്നു. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് ഓരോ രാഷ്ട്രീയ സാഹചര്യം അനുസരിച്ച് അപ്പോൾ നമുക്ക് ഗുണകരമായിട്ട് താങ്കൾ ഇടയ്ക്ക് സംസാരിച്ചിരുന്നു. ജോണി നെല്ലൂരുമായിട്ട് സംസാരിച്ചിരുന്നു. ഞാൻ ജോണി നെല്ലൂരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ജോണി നെല്ലൂർ ഇപ്പം ജോസ് കെ മാണി വിളിച്ചു. ജോസ് കെ മാണിയുടെ നേതാക്കന്മാരും ഒക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പക്ഷേ ഇനി ജോസ് കെ മാണിയുടെ ക്യാമ്പിലേക്കും പോകുന്നത് ബുദ്ധിമുട്ടാണ്. അല്ല, ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടുണ്ടായിരിക്കുന്നത് അദ്ദേഹവും ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ഞാൻ ആ പാർട്ടിയിൽ നിന്ന കാലഘട്ടങ്ങളിൽ ആ പാർട്ടിക്ക് വേണ്ടി പോരാട്ടം നടത്തിയതിന്റെ കാര്യങ്ങൾ അദ്ദേഹത്തിന് അറിയാം. അപ്പൊ എന്നെ പോലെ ഒരു പോരാളിയെ നഷ്ടപ്പെട്ട ഒരു ദുഃഖം അദ്ദേഹത്തിനുമുണ്ട്. അദ്ദേഹം എന്നോട് തിരിച്ചു വരണമെന്ന് അദ്ദേഹത്തിന്റെ നേതാക്കന്മാർ എന്നോട് ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ അതിനെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എന്റെ മാത്രത്തിലും എന്റെ കുടുംബാംഗങ്ങളുടെ സുഹൃത്തുക്കളുടെ അഭിപ്രായം അനുസരിച്ച് ഒരു തീരുമാനം ഞാൻ എടുക്കും. ഓക്കെ, അപ്പൊ എന്തായാലും UDF-ലേക്കില്ല എന്ന കാര്യം ഉറപ്പിക്കുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. NDA-യിലേക്കോ അതല്ലെങ്കിൽ LDF-ലേക്കോ. പക്ഷേ ഞാൻ അതാണ് ആവർത്തിച്ച് ചോദിക്കുന്നത്, NDA-യിലേക്ക് പോകാൻ താങ്കളുടെ മനസ്സ് അനുവദിക്കും? ഒറ്റ ചോദ്യം, സ്ട്രേറ്റ് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. സജി മഞ്ഞക്കടമ്പൻ എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവ് ഒരു പാർട്ടി ഉണ്ടാക്കി, തന്നെ നിന്നൊരു മുന്നണി ഉണ്ടാക്കി മുന്നോട്ട് പോകാൻ ഒക്കില്ല. സ്വാഭാവികമായിട്ടും നമുക്കൊരു പ്ലാറ്റ്ഫോം ഉണ്ടായി. താങ്കളോട് ചേർന്ന് നിൽക്കുന്നത് LDF ആയിരിക്കുമോ NDA ആയിരിക്കുമോ? സ്ട്രേറ്റ് ക്വസ്റ്റ്യൻ ആണ്. എനിക്ക് LDF-നോടും NDA-യോടും ഐത്തമില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഒരു തീരുമാനമല്ല, നമ്മുടെ സുഹൃത്തുക്കളുടെ നമ്മുടെ കുടുംബാംഗങ്ങളുടെ ഒക്കെ. ഇതിൽ കൂടുതലും താല്പര്യം എവിടെയായിരിക്കും? LDF-ഉം NDA-യും ഒരേ തുലാസിൽ? സ്വാഭാവികമായിട്ടും അറിയാമല്ലോ, ഞാൻ പ്രവർത്തിച്ച പാർട്ടി, എന്റെ നേതാവ് മാണിസാറിന്റെ പാർട്ടി. ഐ അപ്രീഷിയേറ്റ് ഇറ്റ് സജി മഞ്ഞക്കടമ്പിൽ. താങ്കൾ പ്രവർത്തിച്ച പാർട്ടി NDA-യും LDF-ഉം ഒരു തുലാസ് പോലെ നിന്നാൽ LDF-ന്റെ കേരള കോൺഗ്രസ് മാണിയുള്ള തുലാസ് തട്ട് താന്ന് തന്നെ നിൽക്കും. താങ്ക് യു സജി, താങ്ക്സ് എ ലോട്ട്. അപ്പോൾ സജി മഞ്ഞക്കടമ്പിൽ നയം വ്യക്തമാക്കി കഴിഞ്ഞു. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. അപ്പോൾ രണ്ടിലെയും മോഹങ്ങളും ഒക്കെ പൂവണിയട്ടെ എന്ന് ആശംസിക്കുന്നു താങ്കൾക്ക്. ഈ ഒറ്റ ചോദ്യം, ഒഫീഷ്യലായി നയം സജി വ്യക്തമാക്കിയാൽ മതി. പക്ഷേ സജി പറഞ്ഞതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കുന്നു. ഈ മണ്ഡലത്തിൽ തോമസ് ചാഴിക്കാടന് സാധ്യത ഇപ്പോഴും ഇല്ലേ? അല്ല, ഈ മണ്ഡലത്തിൽ ഞാൻ പറഞ്ഞല്ലോ, തോമസ് ചാഴികാടൻ മുൻ MP അല്ല ഇപ്പോഴത്തെ MP ആണ്. ആ നിലയിൽ അദ്ദേഹത്തെ കുറിച്ച് ആർക്കും അങ്ങനെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നും വലിയ പോസിറ്റീവ് ഉണ്ടെന്ന് ഞാൻ പറയാം. പക്ഷേ അഭിപ്രായ വ്യത്യാസമില്ല. അപ്പോൾ വളരെ വ്യക്തമാണ് സജി മഞ്ഞക്കടമ്പിലിന്റെ നിലപാടുകൾ. താങ്ക്സ് എ ലോട്ട് സജി. നമ്മൾ സജിയുടെ അഭിപ്രായങ്ങൾ കേട്ടു. അപ്പോൾ സജിനി എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളത് ബാക്കി പ്രേക്ഷകർ വായിച്ചെടുക്കുക. ബാക്കി സജി നാളെ ഔദ്യോഗികമായി വിവരം അറിയിക്കും. താങ്ക് യു. ഓക്കെ, അപ്പോൾ നമ്മൾ